ഏറ്റവും പ്രിയപ്പെട്ട സമരസഖാക്കളെ, കഴിഞ്ഞ കുറച്ചധികം നാളുകളായി എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളാണ് കേരളത്തിലെ സർവകലാശാലകളും ക്യാമ്പസുകളും കേന്ദ്രീകരിച്ചും കേരളത്തിന്റെ തെരുവുകളെ കീഴടക്കിക്കൊണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അറിയാം, 2014 തൊട്ട് ഇങ്ങോട്ട് ഇന്ത്യയിലെ വൈവിധ്യമാർന്ന സർവകലാശാലകൾക്കകത്ത്, ക്യാമ്പസുകൾക്കകത്ത് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ ശ്രമങ്ങൾ, ജവഹർലാൽ നെഹ്റു സർവകലാശാല മുതൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും പോണ്ടിച്ചേരി സർവകലാശാലയിലും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന കലാലയങ്ങൾക്കകത്ത് സംഘപരിവാരത്തിന്റെ ഏജന്റുകളെ ഭരണസമിതിക്കകത്ത് തിരുകിക്കയറ്റി അവരുടെ നേതൃത്വത്തിൽ അത്തരം ക്യാമ്പസുകളെ സംഘപരിവാറിന്റെ അനുകൂലമായി ചിന്തിക്കുന്ന മസ്തിഷ്കങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഇടങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ആ ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ വിദ്യാർത്ഥി സമൂഹം കരുത്തുറ്റ പ്രതിരോധം തീർത്തതിന്റെ വലിയ സമരാനുഭവം പോയകാല ചരിത്ര താളുകളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം, കേരളത്തിലെ അക്കാദമിക സമൂഹം യാതൊരു സംശയത്തിനും ഇടകൊടുക്കാതെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, കേരളത്തിലെ സർവകലാശാലകൾക്കകത്ത് സമാനമായ നിലയിൽ സംഘപരിവാർ ഇടപെടലുകൾ അനുവദിക്കില്ല എന്നുള്ളത്. ഇന്നലെ വരെയുള്ള കേരളത്തിലെ ക്യാമ്പസുകളുടെ ചരിത്രം അതാണ്. എന്നാൽ എല്ലാ ശ്രമങ്ങൾക്കും ഒടുവിൽ കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിലവിൽ ഇന്ത്യയിലെ RSS ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സർവകലാശാലകളെ പിടിച്ചടക്കുന്നതിന് വേണ്ടിയാണ്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് കാലിക്കറ്റ് സർവകലാശാലയിലും അതേപോലെ തന്നെ കേരള സർവകലാശാലയിലും സർവകലാശാല ഭരണസമിതികളിലേക്ക്, സെനറ്റുകളിലേക്ക് RSSന്റെ നേതാക്കന്മാരെ, ABVPയുടെ നേതാക്കന്മാരെ, RSSന്റെ ആശയങ്ങളെ പിന്തുണയ്ക്കുന്ന ആളുകളെ ക്രമവിരുദ്ധമായി, ചട്ടവിരുദ്ധമായി തിരികെ കയറ്റുന്നതിന് വേണ്ടി നടന്നിട്ടുള്ള ശ്രമങ്ങൾ നമുക്കറിയാം. ഇന്നോളം കേരളത്തിലെ സർവകലാശാലകളുടെ ഭരണസമിതികളിലേക്ക് തെരഞ്ഞെടുപ്പിലൂടെ ഒരൊറ്റ അംഗത്തെ അയക്കുന്നതിന് വേണ്ടി കേരളത്തിലെ RSSന് ശേഷി കൈവന്നിട്ടില്ല. അത് വരുന്ന കാലത്തും ശേഷിയുണ്ടാകില്ല എന്നതിനകത്ത് നമുക്ക് തർക്കമില്ല. എന്നാൽ അങ്ങനെ ശേഷിയില്ലാതിരിക്കെ സംഘപരിവാരത്തിന്റെ ചട്ടുകമെന്നോണം കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലറായ, കേരളത്തിന്റെ തെരുവുകളിലൂടെ പാൻപരാഗ് മുറുക്കി തുപ്പി നടക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ മാറുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഈ രണ്ട് സർവകലാശാലകളിലേക്ക് ഒരുപറ്റം RSSന്റെ തെമ്മാടികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന സർവകലാശാലകളുടെ ചാൻസലർ തയ്യാറാകുന്നു. ആരൊക്കെയാണ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? നമുക്ക് ഓർമ്മയുണ്ടാകും, തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ RSS ഒരിക്കൽ തീരുമാനമെടുത്തു SFIയുടെ ഒരു നേതാവിനെ, SFIയുടെ ഏരിയ സെക്രട്ടറിയെ അരുംകൊല ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെ തീരുമാനമെടുത്ത RSSന്റെ ക്രിമിനലുകൾ SFI നേതാവിന്റെ വീടാക്രമിച്ചു. വീടിനകത്ത് ചെന്ന ഘട്ടത്തിൽ അവിടെ SFIയുടെ നേതാവില്ല. SFIയുടെ നേതാവിനെ കിട്ടിയില്ല. പകരം അദ്ദേഹത്തിന്റെ പിതാവിനെ, ഒരു സാധു മനുഷ്യനെ, നാരായണൻ നായരെ വെട്ടിക്കൊലപ്പെടുത്തിയ ഘട്ടത്തിൽ അങ്ങേയറ്റം അമർഷവും പ്രതിഷേധവും രേഖപ്പെടുത്തിയവരാണ് കേരളത്തിലെ പൊതുസമൂഹം. അങ്ങനെ നാരായണൻ നായരെ കൊലപ്പെടുത്തിയ കേസിനകത്ത് കോടതി ശിക്ഷ വിധിച്ച് ജയിലിൽ കഴിയുന്ന RSS ക്രിമിനലിന്റെ ഭാര്യയുൾപ്പെടെ കേരളത്തിനകത്ത് കേരള സർവകലാശാലയുടെ സെനറ്റിലേക്ക് RSS നോമിനിയായ, RSS മനസ്സോടുകൂടി തെരുവിലലയുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ ചാൻസലറുടെ നോമിനിയായി കടന്നു വരികയാണ്. ഈ ഘട്ടത്തിലാണ് ശക്തമായ പ്രതിഷേധത്തിന് SFI ആഹ്വാനം ചെയ്തിട്ടുള്ളത്. SFI പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്.